ഈശോയിൽ കണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒത്തിരിയേറെ സ്നേഹപ്പെട്ട ദൈവജനമേ, ഇന്ന് ലോക മാതൃദിനം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എല്ലാ അമ്മമാരെയും ഈ ദിവസത്തിൽ എല്ലാവരും നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. തീർച്ചയായും ഈ ബലിയിൽ ദേവാലയം ചെന്ന് ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മതിനെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനുള്ള ദൈവാനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം എവിടെയായിരിക്കുന്നു, ഏത് അവസ്ഥയിലായിരിക്കുന്നു, അവിടെ ദൈവസാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളെല്ലാ നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട്, ഇടവകയുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകമായി കൊറോണ വൈറസ് ബാധിതരായ എല്ലാ മക്കളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും ഒരു നിമിഷം ഓർന്ന് പ്രാർത്ഥിക്കും. നമ്മളെല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഈ വിശ്വത്തിലെ പങ്കുകൊള്ളാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം സ്ഥിതനം
പൂജിതമാകണമേ. രാജ്യം വന്നീകണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രന്റെ ദിവരാസങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാരങ്ങൾ നിങ്ങൾ വിശുദ്ധിയുടെ പരികർമ്മം ചെയ്യുക. അങ്ങയുടെ തിരുക്കുമാരന്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്ഥലത്തിന്റെയും നാഥ എന്നേക്കും.
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ പരിണാമം വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞാൻ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്നു അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നമ്മൾ നമ്മുടെ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്ന് അങ്ങല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥൻ എന്നേക്കും. എന്റെ കർത്താവേ, നിസ്തുലമായ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിങ്ങൾക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്ഥലത്തിന്റെയും നാഥൻ എന്നേക്കും. വിശുദ്ധരുടെ സമൃദ്ധനായി വസിക്കുന്ന പശുവിനും സുത്രകനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സുഭാവനത്വവിധം കൃപയുടെ ആശിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കട കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിക്കപ്പെട്ടവനും ഭരണാധികാരികളുടെ ദാസനുമാർന്നവനോട് ഇസ്രായേലിന്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. കർത്താവ് അരുളിച്ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്ത് കൊടുക്കുവാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരുവാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകളാലും അവരുടെ മേച്ചിൽപ്പുറങ്ങളായിരിക്കും. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും.
കാണിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതിക്കണം, ഹല്ലേലൂയ ഗീതിക്കണം. കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും മനസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. ശ്രദ്ധിക്കുന്നതിനും ഗ്രഹികളെ പുതിയ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശക്തി പൂരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ജനൽ ഫലം മണികളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കം. എന്റെ സഹോദരനെ, എബ്രായർ പുസ്തകത്തിലുള്ള വായന 10-ാം അധ്യായം 19 വാക്യങ്ങൾ ഗുരു ആസ്വദിക്കണമേ. എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്നാൽ തന്റെ ശരീരമാകുന്ന വിലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു നിൽക്കുന്നു. ദൈവഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സമൂഹം സത്യഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. ഇതിനെ ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെളിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിഹാരം. ചിലർ സാധാരണമായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം.
പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാന്റെ പരിശുദ്ധ സുവിശേഷം അധ്യായം 21 തിരുവചനങ്ങൾ 1 മുതൽ. ഇതിനുശേഷം യേശു തിബേരിയോസ് കടൽത്തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനാനിലുള്ള നഥാനേൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വെള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറകുപായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 അകലെയായിരുന്നു. കരക്കേറിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പം അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിന്റെ കുറെ കൊണ്ടുവരും. ഉടൻ ശിമയോൻ പത്രോസ് വെള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കയറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുക. ശിഷ്യന്മാരാരെങ്കിലും അവനോട് നീ ആരാണെന്ന് ചോദിക്കുവാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. യേശു വന്നു അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യം. യേശു മരിച്ചു നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. എന്നെ കണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, ഉയർപ്പ് കാലത്തിന്റെ 5-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഉയർപ്പിന്റെ ആനന്ദത്തിലേക്ക് ശിഷ്യരെ യേശു ഒരിക്കൽ കൂടി നയിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അവിടുന്ന് 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അടയാളങ്ങൾ നൽകി തൻ്റെ അന്യത, അതായത് ഐഡന്റിറ്റി വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനായി നൽകുന്നത്. ഉദ്ധാനം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന ഭാഗമാണിത്. ഉദ്ധാനം ശിഷ്യന്മാരുടെ വെറും ഒരു സങ്കല്പമോ വിഭ്രാന്തിയോ തോന്നലോ അല്ല. അതിനപ്പുറം വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്, വലിയൊരു ജീവിത സാഹചര്യമാണ്. മരണത്തെ കീഴടക്കാനായി യേശു തന്നെയാണ് മത്സ്യം പിടിക്കാൻ സഹായിക്കുന്നതും തീ കൂട്ടി ഭക്ഷണം പാകം ചെയ്യുന്നതും പങ്കുവയ്ക്കുന്നതും. ഇതൊരു ജീവിത അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. സുവിശേഷങ്ങൾ കാണുന്ന യേശുവിന്റെ ചിത്രം മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തിൻ്റെതാണ്. കൂട്ടത്തെറ്റിയ ആടിനെ അന്വേഷിച്ചിറങ്ങിയ ഇടയനാണ് അവിടുന്ന്. ധൂർത്തപുത്രന്റെ തിരിച്ചുവരവിന് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവനാണ് യേശു. ഉദിതനായ യേശു ചിതയ്ക്കപ്പെട്ട ശിഷ്യന്മാരെ അന്വേഷിച്ച് തിബേരിയോസ് കടൽത്തീരത്ത് പോയി അത്ഭുതം പ്രവർത്തിച്ച് നഷ്ടപ്പെട്ട
നഷ്ടപ്പെട്ട ആത്മധൈര്യം വീണ്ടും അവരിൽ നിറച്ച് അവരെ കൂട്ടിക്കൊണ്ടു പോയവനാണ് ആ യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് ഈ സുവിശേഷത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചിരിക്കുന്നത്. ദൈവം കൂടെ ഉള്ളപ്പോഴാണ് പ്രകാശത്തിന്റെയും പ്രതീക്ഷയുടെയും അനുഭവം നമുക്കുണ്ടാകുന്നത്. യേശുവിനോടൊപ്പം അധ്വാനിക്കുന്ന എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാൻ പറ്റും, ഇന്ന് സുവിശേഷ ഭാഗത്തിൽ രാത്രി മുഴുവനും പീറ്ററും തന്റെ പത്രോസും തന്റെ കൂട്ടരും മത്സ്യം പിടിക്കുവാനായിട്ട് അധ്വാനിച്ചിട്ട് അവർക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല. ഉഷസ്സായപ്പോൾ പ്രകാശമാകുന്ന യേശു വന്നപ്പോൾ ആ യേശുവിന്റെ കൽപ്പന അനുസരിച്ചപ്പോൾ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വലിയ അനുഭവം അവർക്കുണ്ടാകുകയാണ്. അവിടെ അവർക്ക് വലനിറയെ മത്സ്യം ലഭിക്കുകയാണ്. അവിടെ അധ്വാനത്തിൽ നിന്ന് തന്നെ യേശു അവർക്ക് ഭക്ഷണം ക്രമീകരിക്കുന്നു. അത് കൂടുതലും സന്തോഷത്വത്തിന്റെയും സംതൃപ്തിയുടെയും മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. അധ്വാനത്തിലും സമൃദ്ധിയിലും അവർ യേശുവിനെ തിരിച്ചറിയുന്നു. പലപ്പോഴും നമ്മുടെ ലാഭങ്ങളിൽ ഞാൻ അനുഭവിച്ചു മടുത്തു, ഫലമുണ്ടാകുന്നില്ല, കുടുംബത്തിനും ഭാര്യയ്ക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സമുദായത്തിന് എല്ലാം വേണ്ടി എൻ്റെ അധ്വാനം നിഷ്ഫലമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കുക. യേശുവിന്റെ വചനമനുസരിച്ചാണ്, അവനോടൊപ്പമാണോ ഞാൻ അധ്വാനിക്കുന്നത്? അതോ എൻ്റെ കഴിവിൽ മാത്രമേ ഞാൻ ആശ്രയിച്ച് ഞാൻ ജീവിക്കുന്ന വെറും ഒരു മനുഷ്യ വ്യക്തിയാണോ? കുടുംബം പടുത്തുയർത്തുന്നത്, ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്, ഭാര്യയും ഭർത്താവും ജീവിതത്തിലും മാതാപിതാക്കളും സമൂഹത്തിലുമെല്ലാം ഉൾക്കൊള്ളുന്ന സംവിധാനത്തിലൂടെ മാനുഷികമായ പ്രവർത്തനങ്ങളിലേക്കാണ് നാം ജീവിക്കുന്നത്. പക്ഷേ അവിടെ നായകനായി മാർഗദർശിയായി പ്രതിഷ്ഠിക്കേണ്ടത് കർത്താവിനെയാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവിടുത്തെ വചനത്തിലാണ് അപ്പോൾ അധ്വാനങ്ങൾക്ക് ഫലം ലഭിക്കാതിരിക്കുകയും ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും, സമൃദ്ധി ഉണ്ടാകും, നിറവിന്റെയും സന്തോഷത്തിന്റെയും അനുഭവം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, യേശു കൂടെയുള്ളപ്പോഴാണ് നമുക്ക് നമ്മുടെ അധ്വാനത്തിന്റെ ആ ഫലം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സമ്പത്തിന്റെ പുറകെയും നമ്മുടെ ബുദ്ധിയുടെയും കഴിവിന്റെ പുറകെ പോകുമ്പോൾ ആ അധ്വാനത്തെ നമുക്ക് സന്തോഷിക്കുവാനും അതിന്റെ ഫലം അനുഭവിക്കുവാനും നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ള സത്യമാണ് ഇന്ന് ഈ സുവിശേഷ ഭാഗത്തിലൂടെ യോഹന്നാസ്ലീഹ നമുക്ക് നൽകുന്നത്. കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും സമൂഹത്തിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. എങ്ങനെ വിശ്വസിക്കുക എന്നതല്ല, എങ്ങനെയുള്ള വിശ്വാസമാണ് ഞാൻ അനുഭവിക്കുന്നത്, എങ്ങനെയുള്ള ഒരു പ്രത്യാശയാണ്, ഒരു പ്രതീക്ഷയാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത്, ഞാൻ എപ്രകാരമാണ് അധ്വാനിക്കുന്നത്, അങ്ങനെയല്ല. പക്ഷേ ഞാൻ യേശുവിനൊപ്പമാണോ അധ്വാനിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ ആ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നും എന്നും ജീവിക്കുന്ന യേശു നമ്മോട് കൂടെ ഉള്ളപ്പോൾ തീർച്ചയായും നാം യേശുവിന്റെ കൂടെ ഉണ്ടോ എന്നുള്ള ആ യാഥാർത്ഥ്യം നമുക്ക് ചിന്തിച്ച് നോക്കാം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ സാന്നിധ്യം ഇല്ലാതെ പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകുകയില്ല, നമ്മുടെ ജീവിതം തകരുകയും നമ്മുടെ സമൂഹ ജീവിതത്തിൽ ഒരു ഫലവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിലയിൽ നമുക്ക് ദൈവത്തിൻ്റെ ദൈവിക അനുഭവത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തെ നമ്മുടെ കുടുംബജീവിതത്തിലൂടെ നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ അനുഭവിച്ച് ആ ദൈവത്തെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷമങ്ങളും പോരായ്മകളും വേദനകളും അനുഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ലോകം വേദനിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു ആശ്രയമേയുള്ളൂ, എന്നും ജീവിച്ചിരിക്കുന്ന ആ യേശുവിൻ്റെ സാന്നിധ്യം. ആ യേശുവിൻ്റെ സാന്നിധ്യം
നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമുക്ക് അനുഭവിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, യേശു നമ്മോട് കൂടെയുള്ളപ്പോൾ നമുക്ക് ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്ത് സംഭവിച്ചാലും ഏത് തളർച്ചയായാലും യേശുവിനൊപ്പം ജീവിക്കുമ്പോൾ യേശു നമ്മുടെ കൈ ഉയർത്തി നമ്മെ വളർത്തുന്നുള്ള സത്യം വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാക്കി അതിൽ വിശ്വസിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട എല്ലാവരും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വിലയിൽ കണ്ടപേക്ഷിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ച് ഒരുമയോടെ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനുമായ മിശിഹായി നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായി കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന് ചിഹ്നമായ ഒരു കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അനുദുരാസോടുകൂടി കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനതയെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങൾ അച്ചപാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണ്ണമായ ഉദ്ധാനത്തെയും അവർണ്ണീയമായ സ്വർഗഭാഗ്യത്തെ ഓർത്തുകൊണ്ട് നല്ല മോട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും ബലം തരണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ കാഴ്ചയോടൊപ്പം നമുക്ക് സമർപ്പിക്കാം. കൊറോണ വൈറസ് മൂലം വിഷമിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഒരു നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ഡോക്ടേഴ്സുമാരും നേഴ്സുമാരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ലോകമാതൃദിനം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും നാം എന്തായിരിക്കുന്നു അത് നമ്മുടെ മാതാവ്, നമ്മുടെ അമ്മമാർ തന്ന വലിയൊരു ദാനമാണ് ചെയ്യുന്നത്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ അമ്മമാരെ നമുക്ക് ഓർക്കാം. അവരെ കർത്താവിനെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നല്ല ആരോഗ്യവും ആയുസ്സും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മൾ നഗതുമായ എല്ലാ അമ്മമാരെയും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ ഇടവകയുടെയും നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിൻ്റെയും കുടുംബങ്ങളുടെയും എല്ലാം ദൈവം സമർപ്പിച്ചുകൊണ്ട് മരണത്തെ ജയിച്ചടക്കിയ മിശിഹായി നിന്റെ സഭയിൽ സദസ്സനായ നവജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുദ്ധാനത്തിൽ പങ്കാളാകുവാൻ വേണ്ടി തന്നെ പല ജീവിതത്തിനെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ. സ്ഥലത്തിന്റെയും നാഥ എന്നേക്കും
സർവശക്തനും പിതാവായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ പുത്രനും സർവ്വശക്തനുമായ പിതാവിനെ സ്വരത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്ത്രീ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാരും പുരോഹിതന്മാർ ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാശിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമേ. സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുകയും വിശുദ്ധ കൃപയാൽ ഇവിടെ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കൃപനകരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കവേ. നമ്മെ
ദേശത്താകട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമൃദ്ധമായ അനുഗ്രഹത്തെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശ്രേഷ്ഠനാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷരാകുക എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാത്തിരത്താൻ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഗീതാന്തിക സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും മനതാപത്തോടും പുഷ്ടിയോടും കൂടെ കർത്താവിന് നന്ദി പറയുവാണെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നമ്മുടെ ശിക്ഷതയെ സൂക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ദോഷ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും കൃപാതൻ സഹവാസവുമേ സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ വാക്കുമറിയാത്രയത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആളുകളും സ്തുതിയും എല്ലാ നാവുകളും സ്തുതിയും എല്ലാ സ്ഥിതികളും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ട് ലോകത്തെയും പല സ്ഥലത്തെയും ഇതിനോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് വ്യക്തകൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായാലും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോദരങ്ങി കുമ്പിട്ട് ആരാധിക്കുന്നു. ഭക്തിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോഫന്മാരോടും സ്രാഫന്മാരോടും ചേർന്ന് നാഥനങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
അങ്ങയിൽ മലർന്ന ആത്മചാതനും അങ്ങയുടെ സദൃശനും അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ സമാധാന കാര്യമായി പരിഗണിക്കാതെ അവിടുത്തെ തന്നെ ഈശ്വരനാക്കി ദാസനരവും സ്വീകരിച്ച് വിവേകം ബുദ്ധിമുള്ള മർത്യമായ ആത്മാവും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ഥിരമെന്ന ശാന്തനായി നിയമത്തിന് അതിനാലോത്തിരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും നിരക്ഷണ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രയോഗങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം കാസേമെടുത്ത് ക്രിസ്തുസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചിരനാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലമായ ദാസൻ നിന്റെ തിരുസനിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നീ പ്രകാശിപ്പിക്കാൻ കഴിയാത്തത് അത്ര ബലഹീനമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിർദൈവങ്ങളെ ഞങ്ങൾ പങ്കരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യവാ സ്വീകരിക്കുകയും അത് മനുഷ്യങ്ങളെ സമ്മതിക്കുകയും മൃതരായങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളെ ഞങ്ങളെ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ പുതിയ പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അണയിക്കുകയും ചെയ്തു. നീ ഞങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയോടെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, പിതാചാര്യനും സാമ്പത്തിക സൗഹൃദങ്ങളുടെ അധികാരിയുമായ റോമാലിമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സൗഹൃദ പിതാവുമായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ പുരുഷന്മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഉപദേശ പിതാവുമായ സെബസ്ത്യാൻ മെത്രാന് വേണ്ടി മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, മേലധികാരികൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷിയുടെ ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സ്ഥലപ്രയോജനന്മാരായ വിഷ്ണുമല പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളിൽ നിന്നുമെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാലത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമാരുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ ഞങ്ങളുടെ അഭിഷേകത്തെ സ്വയത്തിനെ അർപ്പിക്കുന്നു. ഈ ഓർമ്മ
അങ്ങയുടെ തിരുസൂര്യ സംരക്ഷണത്തിന്റെ നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും പാവന സ്മരണങ്ങളെ അവിടെയും സ്വന്തമായി കടിയ സംജാതമാക്കണം. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനം നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വമിശൻ അയച്ചുവെന്നും തോമാസിൽ എല്ലാവരും പറയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹായും ജീവിതമായ ശിഷ്യം വഴി പ്രവാചകന്മാർ, സ്ത്രീയന്മാർക്ക് സാക്ഷാത്കാരന്മാർ, വേദപാരകന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധ മാമോദിസ സജീവ പൂജകളത്താൽ മുദ്ര തരും. പരിശുദ്ധ കത്തോലിക്ക സഭസ്ഥാനമായ എല്ലാവർക്കും ആവശ്യമായ നേർമത്തിന്റെ വിശുദ്ധി മാർഗം പഠിപ്പിച്ചിരുന്ന എല്ലാ മനുഷ്യരും പറയട്ടെ. കർത്താവെ, എളിയവരും വലിയവരും ക്ലേശവുമായ ദാസർ അങ്ങ് നൽകിയ മാതൃക പരമ്പരമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് ഇപ്പോൾ തിരുസഭ നിൽക്കുന്നു. രക്ഷകനാഥനുമായി ശ്രമിച്ചാണ് വിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വയോജനവും പരിശുദ്ധവും ചേവതായവും ദൈവികമായ ഈ ദിവസത്തെ സന്തോഷങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ വന്നു നിന്റെ ദാസനെ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിന് മരിച്ചവരുടെ ഒരു പ്രത്യാശയ്ക്കും നിന്നെ പ്രീതത്തിൽ അവിടെ ഒന്നിച്ച് ശ്രേഷ്ഠമായ ജീവിതത്തിലും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കൂടെ വിസ്മയാപൂർവമായ ഈ രക്ഷാപൂർണയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമല വിശ്വസഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ കൂടി ഞങ്ങളെ പ്രത്യാർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങൾ എന്നും എപ്പോഴും എന്നേക്കും. സ്വർഗവാസിയുടെ സമാധാനവും ദോമാസിലെ പ്രത്യാശയായ മിശിഹായും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശേഷ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനം പുലർത്തണം. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണം. യുദ്ധങ്ങൾ ഒഴിവാക്കണം. യുദ്ധപ്രിയരായി പിരിച്ചുവരായി ചിരിക്കണം. വിനയത്തിലും ദൈവത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്ക് കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേയുടെ കാരണത്തിനൊത്ത വിധവിനോട് തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യതകൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ശിവദായ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതി ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതം സ്വർഗ്ഗം നൽകിയ ലോകത്തിന് മുഴുവൻ ജീവ നൽകുന്നതാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക ഭാഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Chira,
പരിശുദ്ധാത്മന സഹവാസം നമ്മുടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശ്രമത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്നേഹത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയെ പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മൾ ശുദ്ധീകരിക്കാം. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പതിരിടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യത്തിൽ പങ്കുകൊള്ളാം. കർത്താവ് ഞങ്ങൾ സ്നേഹികളെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദേവദാസരെ പാപങ്ങൾ വിളക്കാൻ ക്ഷമിക്കണം. കർത്താവേ, ഞങ്ങളുടെ സമാധാനം ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ പദങ്ങളെ ഞങ്ങൾ പുതുവിടനാക്കുകയും ജോലിക്കെന്നുള്ള സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥന ഉപദേശിച്ചുകൊണ്ട് വിശിഷ്ടന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ലഭിച്ച മനവിശ്വാസം ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദുഷ്ടതയെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുമായുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാവനങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിനടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് സംരക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപഞ്ചിക അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തിന് നമ്മൾ പ്രവർത്തിക്കുവാൻ. കർത്താവേ, പുനരുത്ഥാനം വഴി നീ മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നിന്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ കാരുണ്യത്തിന് യഥായോഗ്യം നന്ദി പറയുവാൻ ഞങ്ങളുടെ നാമങ്ങൾ അശക്തങ്ങളാകുന്നു. നമ്മെ ചിന്തകർത്താവിനെ സംശയകൃപാവരും അവിടുത്തെ കാണത്താൽ നമ്മളെല്ലാവരും സംഭവമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ജനങ്ങളെ വരെയും കർത്താന്റെ മരണത്തിന്റെയും ഉയർപ്പിന്റെ നിത്യസ്മാരകമായ ഈ മഹാരഹസ്യങ്ങളെ പ്രത്യക്ഷപൂർവ്വം നമുക്ക് സമീപിക്കാം. സ്നേഹിതരെ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ഈശോയെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈശോയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് നമ്മെ ഓരോരുത്തരെയും തേടിയെത്തുന്നത്. ആ വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കുവാൻ വരുവാൻ നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സുരക്ഷിതമായ പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവയെല്ലാം രോഗബാധയിൽ സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും ഒന്ന് സഹായിക്കണമേ. മരണത്തിന്റെ ദൈവങ്ങളുടെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ
പുറത്തെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിലവിലെ വിശ്വാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേപ്പത്തിലേക്ക് തിരികെ വരുന്നു. ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്ട കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരണത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുകളിലേക്ക് വേഗമാകണമേ. പരിശുദ്ധവും ജീവിതായ ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് വീരപ്പങ്ങളുവാൻ യോഗ്യരുടെ എല്ലാവർക്കും പ്രദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് ആചാര്യമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മാതത്തെ ഓർത്ത് സ്വർഗ്ഗത്തിൽ സകലനീതിമാനോടുകൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാപുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്ക് മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യങ്ങളിൽ നീ ഞങ്ങളെ പങ്കാരാക്കി. തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അന്ധകാരത്തിന് എന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉത്ഥാനങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ താൻ വാഴ്ത്തപ്പെട്ടതാകട്ടെ. സ്ഥലത്തിന്റെയും നാഥ എന്നേക്കും. പാതകളിൽ ആവശ്യകമാ
നരഹസ്യങ്ങൾ കൈക്കൊണ്ടവർ അഖിലരിലും ദൈവം വരനെ ചൊരിയട്ടെ. കുരിശിന്റെ ആഴം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ തിരുവിടമേ സ്വസ്തി. ഞങ്ങളെ അർത്ഥാത്മിക പ്രണമേ സൃഷ്ടി കുർബാന ഞങ്ങൾക്കും പാമ്പുകളെ കുറിച്ച് കാരണമാകട്ടെ. ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് വലിയതായിട്ടുണ്ടാകും. നിത്യപുരോഹിതനായ ഈശോയെ അഹിദാസന്മാരെ വലിയവർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേതരത്തിൽ അഭിനന്ദനമേ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോറും എടുക്കുന്ന അവരുടെ പുരുഷരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിഗ്രഹത്തെ രക്തത്താൽ നന്മ അവരുടെ നാമങ്ങളെ നിർമ്മലമായ കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിലെ മഹനീയം പ്രവർത്തിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവശങ്ങൾ നടത്തി വിശുദ്ധമായ കാത്തുകളെയും ചെയ്യണമേ. അങ്ങേ ദിവ്യ